പ്രൈസ് ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പൊതുസമൂഹത്തിൽ വെച്ച് നടത്തപ്പെടുന്ന സുവിശേഷ മഹായോഗങ്ങളിൽ സ്തോത്ര കാഴ്ച എടുക്കാമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടാമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അതിനാധാരമായിട്ട് 3 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. അപ്പം യോഹന്നാൻ ഇവിടെ പറയാണ്, ഗായോസിന് എന്ത് ചെയ്യാണ്? ഈ ലേഖനം എഴുതുകയാണ് അല്ലെ. മൂപ്പനായി ഞാൻ സത്യത്തെ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, ഗായോസിന് വേണ്ടി എഴുതുന്ന ലേഖനമാണ് 3-ാമത്തെ ലേഖനം. അപ്പോൾ ഗായോസിനോടാണ് ഈ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. അടുത്ത 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 3 യോഹന്നാൻ 7-ാം വാക്യമാണ്. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. അപ്പം ഇവര് തിരുനാമം നിമിത്തം അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടു പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിന്റെ നാമവും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ സുവിശേഷ മഹായോഗത്തിലേക്ക് സുവിശേഷം കേൾക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ട് അവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും കൈ നീട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഈ സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലക്ഷങ്ങളാണ് പൊടിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞെന്താണ്? നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം. മർക്കോസ് 15:15 16:15 അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ പുറപ്പെട്ടു പോകണമെന്ന് മത്തായി 28:18 പറയുന്നു. 18-19 വാക്യങ്ങളിൽ പറയുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 5:41 അവർ വീടുകൾ തോറും കയറിയിറങ്ങി സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തില് നിങ്ങൾ പോയി ഫലം കായ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് വരുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. ഞാൻ ബൈബിളിൽ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നാ ബൈബിളിലെ വ്യവസ്ഥ. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ പരസ്യയോഗങ്ങളും വീട് കയറിയുള്ള സുവിശേഷങ്ങള് പ്രതികൾ കൊടുക്കുകയും സുവിശേഷം അറിയിക്കുകയും ഇങ്ങനെയുള്ള സുവിശേഷമാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. ഇതിപ്പോ സഭാഹോളിന് മുറ്റത്ത് നമ്മൾ സുവിശേഷ മഹായോഗം നടത്തിയാൽ 95%, 95-ൽ 99% വിശ്വാസികളാണ് വരുന്നേ. അവരോടാണെന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമൊക്കെ ഒരു കൺവെൻഷൻ വയ്ക്കാം, എല്ലാവരും ഒന്ന് കൂടാൻ വേണ്ടി. അത് സഭയുടെ അകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ മറ്റാരെയും ക്ഷണിക്കരുത്. ഇത് നമ്മൾ മൈക്ക് കെട്ടി സുവിശേഷ യോഗമാണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കൈനീട്ടാൻ പാടില്ല. നമ്മുടെ വിശ്വാസികളോട് നമുക്ക് പറഞ്ഞു മേടിക്കാം, അല്ലെങ്കിൽ ചോദിച്ചു മേടിക്കാം. സുവിശേഷ വേലയ്ക്കൊക്കെ ചോദിച്ചു മേടിക്കാം. പൗലോസ് ചെയ്തിട്ടുണ്ട്. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന വിശ്വാസികളുടെ കയ്യിൽ നിന്നാണ് മേടിക്കേണ്ടത്. സ്വത്രാഴ്ചയൊക്കെ സഭയുടെ അകത്താണ് എടുക്കേണ്ടത്. അല്ലാതെ പുറത്തെ ജാതികളെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടാൻ പാടില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ജാതികളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ കിടന്ന് എന്ത് ചെയ്യാണ്? കൈനീട്ടിക്കൊണ്ട് നടക്കുക. അപ്പൊ നാം പറഞ്ഞു വന്നത് ഇവിടെ പറയാണ്, തിരുനാമ നിമിത്തം അവർ ജാതികളോട് ഒന്നും വാങ്ങിയില്ലെന്ന്. അതുകൊണ്ട് ഗായോസിനോട് പറയാണ്, നീയാണ് എന്ത് ചെയ്യണം? അവരെ എന്ത് ചെയ്യണം? ദൈവത്തിന് യോഗ്യമാവണം യാത്ര അയക്കണം. അപ്പൊ വിശ്വാസികളാണ് അതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരെ വ്യക്തമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജാതികളുടെ മുമ്പിൽ പോയി എന്ത് ചെയ്യരുത്? ഇങ്ങനെ കൈ നീട്ടരുത്. നാണക്കേടാണ്. അതിക്ക് മുമ്പേ എന്ത് ചെയ്യണം? കൺവെൻഷൻ നടത്തുന്നതിന് മുമ്പേ വിശ്വാസികളിൽ നിന്ന് ഇതൊക്കെ പിരിച്ചെടുത്ത് ഈ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ കൺവെൻഷൻ യോഗങ്ങളൊക്കെ നടത്താൻ, പൊതുവേദിയിലുള്ള മഹായോഗങ്ങൾ, സുവിശേഷ മഹായോഗങ്ങളൊക്കെ നടത്താൻ. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നതൊന്നും അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ എന്താണ്? ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് പകരം പലപ്പോഴും എന്താണ് ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ വിചാരിക്കണത് കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്?
യോഗത്തിന്റെ പേരും പറഞ്ഞ് ആ മൈക്ക് കെട്ടി എന്ത് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ക്ഷണിച്ചെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.